ഞങ്ങളോട് ചോദിക്കാൻ ആരുമില്ല, ഉണ്ടാകില്ല, ഞങ്ങളെ ആരും എതിർക്കുകയില്ല എന്നൊരു തോന്നലുള്ളത് കൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് പോലീസുകാർ ചോദിച്ചിട്ടുണ്ടാവുക, ഈ കുറ്റം ചെയ്തിട്ടുണ്ടാവുക. കാരണം ഞങ്ങളെ ചോദ്യം ചെയ്യൽ, ഇങ്ങനെ തല്ലാൻ പാടില്ല, തല്ലിയാൽ ഞങ്ങളോട് ഇങ്ങനെ ഒരു ഉത്തരവാദിത്ത കേന്ദ്രം ചോദിക്കും എന്നൊരു ഭയപ്പാട് ആഭ്യന്തര വകുപ്പിനെക്കുറിച്ചോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെക്കുറിച്ചോ അതിനു മുകളിലിരിക്കുന്ന ആഭ്യന്തരമന്ത്രിയെക്കുറിച്ചോ മുഖ്യമന്ത്രിയെക്കുറിച്ചോ ഈ പോലീസുകാർക്കില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമ്മളത് കണ്ടത്. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും രണ്ടുപേരും ഒരാളാണ്. സർക്കാരിന് ഒരുപക്ഷെ ഇതത്ര ഗൗരവമായിട്ട് തോന്നാത്തത് ഇതുവരെ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഈ റിപ്പോർട്ടും വിഷ്വൽസും ഒക്കെ നേരത്തെ ഉണ്ടായിട്ടും അക്കാര്യങ്ങളെക്കുറിച്ച് ഗൗരവം തോന്നാത്തത് ഒരുപക്ഷെ ഞാൻ സംശയിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ ഇത് വേറെയും നടക്കുന്നുണ്ടാകണം. അത് ക്യാമറയിൽ പകർത്തപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് മാത്രം നമ്മൾ അറിയുന്നില്ല എന്നേ ഉണ്ടാകൂ. ഒരുപക്ഷെ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരം മർദ്ദനങ്ങൾ വേറെയും നടക്കുന്നുണ്ടാകണം. അതുകൊണ്ടൊരു സാധാരണ കാര്യമായിട്ട് ഭരിക്കുന്ന ആളുകൾക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മൾ പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടതാണ്, ബഹുമാനത്തോടെയുള്ള ഇടപെടൽ ഇങ്ങോട്ടേക്ക് കിട്ടേണ്ടതാണ്. ഒരു തരത്തിലും ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി കുറ്റക്കാരനാണ്, ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം കുറ്റക്കാരനാണ്. അദ്ദേഹത്തിന് രണ്ട് തരം ഉത്തരവാദിത്തങ്ങളുണ്ട്. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഈ സർക്കാർ ആകത്തിൻ്റെയും മറുപടി പറയണം. പ്രതിപക്ഷ സമരത്തിൻ്റെ കൂടെയാണ് ഈ വിഷയത്തിൽ കേരളം നിൽക്കേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ സാധാരണക്കാരുടെയും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തേത്, പ്രതിപക്ഷത്തിനെതിരെയും നാട്ടുകാർ സംസാരിക്കണം. പ്രത്യേകിച്ചും കോൺഗ്രസിനെതിരെയും യൂത്ത് കോൺഗ്രസിനെതിരെയും നാട്ടുകാർ സംസാരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവരുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ചെറുപ്പക്കാരൻ തല്ലുകൊണ്ടിട്ട് അവിടെ കിടക്കുമ്പോൾ മറ്റവർ റീലൂട്ട് നടക്കുകയായിരുന്നു. റീൽസും ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ പലപ്പോഴായിട്ട് ഇങ്ങനെ കളർ കുപ്പായിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അത് ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ചങ്ങാതി അവിടെ തല്ലുകൊള്ളുമ്പോൾ നമ്മുടെ ഒരു രാഷ്ട്രീയ ധാരണ വെച്ചിട്ട്, നമ്മുടെ രാഷ്ട്രീയ പരിചയം വെച്ചിട്ട് ഹർഷൻ ഇത് തിരിച്ചായിരുന്നുവെങ്കിലും ആലോചിച്ചു. ഒരു DYFI പ്രവർത്തകന് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഈ പോലീസ് സ്റ്റേഷനകത്ത് തല്ലുകൊണ്ടു ഇങ്ങനെ എന്ന് കരുതുക. അയാൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വന്നിട്ട് പറയാണ്, അയാളുടെ സഹാക്കളോട് പറയാണ്, ഇതാ എനിക്ക് തല്ലുകൊണ്ടിരിക്കുന്നു, എന്നെ ഇങ്ങനെ തല്ലിയിരിക്കുന്നു, വിഷയമൊന്നുമില്ല, എന്നെ തല്ലിയിരിക്കുന്നു. ആ പോലീസ് സ്റ്റേഷന് മുമ്പിൽ സമരം നടത്തില്ലേ അവർ? ജനകീയ സമരം നടത്തിയിട്ട് അതിനെ അവർ മറുപടി പറയാൻ ബാധ്യസ്ഥരാക്കില്ലേ? ഇതിപ്പോൾ ഇവിടെ ഒന്നോ രണ്ടോ ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള സമരം മാത്രമായിട്ടല്ലേ പോയത്? എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കില്ലേ? ഇപ്പോൾ ഈ വർഗീസ് ചൊവ്വന്നൂർ എന്ന് പറയുന്ന ഒരു വളരെ മികച്ച നല്ലൊരു കൊള്ളാവുന്ന കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ സുജിത്ത് VS എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഈ തല്ലുകൊണ്ട് ക്ഷീണിച്ച് വീട്ടിൽ പോയിരിക്കുകയല്ല, ഞാനിതിനെതിരെ ഫൈറ്റ് ചെയ്യും, ആര് ഭരിക്കുകയാണെങ്കിലും, രണ്ടാം തവണയും കുറെ കൂടെ ശക്തമായിട്ട് പിണറായി വിജയൻ ഭരിക്കുകയാണെങ്കിലും ഞാൻ ഫൈറ്റ് ചെയ്യും എന്ന് അയാൾ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഇതെങ്ങനെ പുറത്തേക്കെത്തും? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കേരളത്തിലെ ജനങ്ങൾക്കാകെയുള്ള ഒരു മുന്നറിയിപ്പാണ്. പ്രതിപക്ഷം കുറെ കൂടെ മെച്ചപ്പെട്ട നിലയിൽ സ്വന്തം ആളുകളുടെ കാര്യം മാത്രമല്ല പൊതുജനത്തിൻ്റെ ആകെ നോക്കാനുള്ളതാണ്.